ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മളുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപ്പതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദ്വിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ. എന്തോ ഇന്റർനെറ്റ് ഇഷ്യൂ വന്നെന്ന് തോന്നുന്നു, എക്സിറ്റ് ആയി. ഹരേ കൃഷ്ണ, ക്ഷമിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരിഃ ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫല സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകതൃപ്രദാ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്തോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദപാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय, निताय गौर सिद्धनाथ प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ രാവിലെ തന്നെയുള്ള ഈ ഒരു സത്സംഗം വളരെ നമുക്ക് ഒരു ദിവസം നല്ല ഭംഗിയായിട്ട് തുടങ്ങാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം മൈത്രേയ മുനിയും വിതുരനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഭാഗമാണ്. അതിൽ ദേവന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ്
മൈത്രേയ മുനി ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ശ്ലോകം കണ്ടു. വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ അഭയം പ്രാപിക്കുന്നവരുടെ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഒക്കെ നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് നോക്കാം 46-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ദേവന്മാര് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കണ്ടു, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. ഭഗവാനെ പോയി കാണുമ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ ഓർക്കാൻ സാധിക്കുമെങ്കിൽ, സംസ്കൃത പദങ്ങൾ ഓർക്കാൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ഓർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല പ്രയോജനമുള്ള കാര്യമാണ്. കാരണം ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ പ്രകീർത്തിക്കാൻ നമുക്കും അത് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ മുന്നിൽ പോയിരിക്കുന്ന ഭക്തന്മാരുടെ പാത പിന്തുടരുക എന്ന് പറയുന്ന ആ ഒരു കാര്യമാണത്. നമുക്ക് സ്വയമായിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ചെയ്യാനുള്ള കഴിവുകൾ ഇല്ല. തീർച്ചയായിട്ടും കഴിവുകൾ ഉള്ളവരുണ്ട്, ഉള്ളവർക്കത് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ കഴിവുകൾ ഇല്ലാത്ത ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രാർത്ഥനകൾ നമുക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം 46-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം എന്താണ് എന്ന്. പാനേന തേ ദേവകഥാസുധായ പ്രവൃത്തഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാജ്ഞസന്വീയുരകണ്ഠധീഷ്ണ്യം. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഓ ഭഗവാനെ, ഗൗരവബുദ്ധികളായ ആളുകൾ അങ്ങയുടെ വിഷയങ്ങളുടെ അമൃതപാനം ചെയ്യുക കൊണ്ട് മാത്രം ഭക്തിയുത സേവനത്തിൽ ഉണർവ് നേടി ആത്മത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും പൂർണ്ണസാരം ഗ്രഹിച്ച് ആത്മീയ ആകാശത്തിലെ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അങ്ങയുടെ വിഷയങ്ങളുടെ അമൃതപാനം ചെയ്ത്, എന്താണ് വിഷയങ്ങളുടെ അമൃതപാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നത്തിങ് ബട്ട് റീഡിങ് ശ്രീമദ് ഭാഗവതം, ലിസണിങ് ടു ശ്രീമദ് ഭാഗവതം. ഭഗവാന്റെ കഥകൾ അടങ്ങുന്ന ആ കഥാമൃതം, ഭഗവാന്റെ എല്ലാ ലീലകളെയും കുറിച്ച് വർണ്ണിക്കുന്ന ആ അമൃതം നുകരുന്നവന് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും, വൈകുണ്ഠലോകം പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ആർക്കെങ്കിലും ദയവായിട്ടൊന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. അശോക മാതാജി വായിച്ചാട്ടെ. അശോക മാതാജി വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. നിർവ്യക്തികവാദികളായ മാനസിക അഭ്യൂഹികളും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം പറഞ്ഞവർ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും ദുഃഖകരമായി കടന്നു പോകുമ്പോൾ, ഭക്തന്മാർ തങ്ങളുടെ സംരംഭത്തിന്റെ പ്രാരംഭം മുതലേ ആനന്ദത്തിന്റെ രാജധാനിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഭക്തനെ ഭക്തി സേവനത്തെ പറ്റി കേട്ടാൽ സാധാരണ ജീവിതത്തിലെ സാധാരണ കാര്യം പോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. അയാളുടെ ജീവിതവും വളരെ ലളിതമായിരിക്കും. അതേസമയം മാനസിക അഭ്യൂഹികൾക്ക് തന്റെ കൃത്രിമമായ നിർവ്യക്തിക നിലനിർത്താൻ ഭാഗികമായി മാത്രം സത്യവും ബാക്കി അഭ്യാസ പ്രകടനവുമായ വാക്കുകളുടെ ചെപ്പടി വിദ്യകളിലൂടെ കടന്നു പോകണം. പരിപൂർണ ജ്ഞാനത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ടും നിർവ്യക്തികവാദിക്ക് ഭഗവാന്റെ നിർവ്യക്തികമായ ബ്രഹ്മജ്യോതിസിൽ അലിഞ്ഞു ചേരാൻ മാത്രമാണ് കഴിയുന്നത്. ഭഗവാനാൽ വധിക്കപ്പെടുന്ന ഭഗവാന്റെ ശത്രുക്കൾക്ക് പോലും വളരെ നിസ്സാരമായി ഇത് നേടാൻ കഴിയും. ഭക്തന്മാർ എന്തായാലും ജ്ഞാനത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ഉത്തുംഗത പോൽക്കി ആത്മീയ ഗ്രഹങ്ങളിലെ വൈകുണ്ഠ ലോകങ്ങൾ പ്രാപിക്കും. നിർവ്യക്തികർ അതീന്ദ്രിയാനന്ദത്തിന്റെ പ്രത്യക്ഷത നേടാനാവാതെ ആത്മീയ ആകാശത്തിൽ എത്തുക മാത്രം ചെയ്യുമ്പോൾ ഭക്തർ യഥാർത്ഥ ആത്മീയ ജീവിതം നിലവിലുള്ള ഗ്രഹങ്ങളിൽ എത്തുന്നു. ഭക്തർ ഗൗരവപൂർവ്വം സകല നേട്ടങ്ങളും പൊടി പോലെ വലിച്ചെറിഞ്ഞ് ഭക്തിയുത സേവനം, അതീന്ദ്രിയതയുടെ പരിപൂർണത മാത്രം സ്വീകരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം വായിച്ചതിൽ. വളരെ മനോഹരമായ ഒരു പോയിന്റാണ് ഇവിടെ ശിലപ്രഭുപാദ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ആ വിവർത്തനം ഒന്നുകൂടി വായിക്കുകയാണ്. ഓ ഭഗവാനെ, ഗൗരവ ബുദ്ധികളായ ആളുകൾ അങ്ങയുടെ വിഷയങ്ങളുടെ അമൃതപാനം ചെയ്യുക കൊണ്ട് മാത്രം ഭക്തിയുത സേവനത്തിൽ ഉണർവ് നേടി ആത്മത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും പൂർണ്ണസാരം ഗ്രഹിച്ച്. സോ ആത്മത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും പൂർണ്ണ സാരം ഗ്രഹിച്ച് ആത്മീയ ആകാശത്തിലെ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ചിട്ട് പറയുകയാണ്. ആത്മത്യാഗം, അതായത് റിനൗൺസിയേഷൻ, നോളജ്.
ഇത് രണ്ടും ലഭിച്ചിട്ട് ഭഗവാന്റെ ആത്മീയ ആകാശത്തിലെ വൈകുണ്ഠ ലോകത്തിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രാപിക്കുന്നു എന്ന് പറയാം. എങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഗൗരവ ബുദ്ധികളായ ആളുകൾ അങ്ങയുടെ വിഷയങ്ങളുടെ അമൃതം പാനം ചെയ്യുക വഴി. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ശിലപ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ ഒന്നാമത്തെ സെന്റൻസ് തന്നെ ശിലപ്രഭുപാദ് പറയുന്നത്, നിർവ്യക്തികവാദികളായ മാനസിക അഭ്യൂഹികളും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറഞ്ഞവർ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും ദുഃഖകരമായി കടന്നു പോകുമ്പോൾ ഭക്തന്മാർ തങ്ങളുടെ സംരംഭത്തിന്റെ പ്രാരംഭം മുതലേ ആനന്ദത്തിന്റെ രാജധാനിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഈ നിർവ്യക്തിഗതവാദികള് ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പറയാൻ എന്തായിരിക്കും അതിനകത്തുള്ള പോയിന്റ്? യെസ്, ഗംഗാനാഥ് പ്രഭു പറഞ്ഞിട്ട്. കൃഷ്ണ പ്രഭുജി, നിർവ്യക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭഗവാനെ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 10, 15, 20 നിലയുള്ള ഇതില് അതിന്റെ സ്റ്റെയർകേസിലൂടെ എങ്ങനെ കടന്നു അത്രയും കഷ്ടമായിരിക്കും. പക്ഷെ ഭക്തന്മാര് നേരിട്ട് ആചാര്യന്റെ നിർദ്ദേശങ്ങൾ, അതാണ് ഭഗവാനെ നേരിട്ട് സമീപിക്കുന്നു, നേരിട്ട് ഭക്തിയുത സേവനം ചെയ്യുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപത്തെ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ ആനന്ദങ്ങളും ആ തത്സമയം തന്നെ അനുഭവിക്കാൻ കഴിയും. ഹരിക്കും. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ്. താങ്ക് യു സോ മച്ച് ഗംഗാധർ പ്രഭു പറഞ്ഞത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ നിർവ്യക്തിഗതവാദികൾക്ക് ദുഃഖം അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത്? യെസ്, രുക്മിണി മാതാജി പറഞ്ഞിട്ടെ. ഹരേ കൃഷ്ണ പ്രഭു, എന്റെ മനസ്സിൽ തോന്നുന്നതാണ്, കറക്റ്റ് ആണെന്ന് അറിയില്ല. എന്നാലും ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പോകുന്നവർക്ക് ആനന്ദം പൂർണ്ണമായി ലഭിക്കുന്നു. അല്ലാതെ ഊഹാപോഹങ്ങളിൽ നടക്കുന്നവർക്ക് അത് എപ്പോഴും ദുഃഖമായിട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത്, പലർക്കും പൂർണ്ണ സുഖത്തെ കിട്ടുന്നില്ല എന്നുള്ളത്. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായി പരിപൂർണമായി ഭഗവാനിൽ വിശ്വസിച്ച് പോകുന്നവർക്കല്ലേ ഭഗവാനാണ് നിർവ്യക്തിഗതവാദികൾക്ക് വിശ്വാസക്കുറവുണ്ടെന്ന് പറയുന്നുണ്ടോ? അല്ല, എന്തായാലും പരിപൂർണത വരുന്നില്ലല്ലോ പ്രഭു. അവരുടേതായ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് പരിപൂർണത വരുന്നില്ല. നല്ലൊരു പോയിന്റ് ആണ്, പരിപൂർണത വരുന്നില്ല. യെസ്, വെരി ഗുഡ്, താങ്ക് യു മാതാജി. യെസ്, അശോക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, നിർവ്യക്തികവാദികൾക്ക് അവർക്ക് ഭഗവാൻ ഒരു രൂപം ഉണ്ടെന്നോ ഭഗവാനെ മനസ്സിലാക്കാനോ ഉള്ള ബുദ്ധിയില്ല. അവര് എല്ലാം ഒരു ഊഹത്തില് അങ്ങ് ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ഊഹത്തില്, വ്യക്തിത്വം മനസ്സിലാക്കാതെ ഊഹത്തില് ജീവിക്കുന്നവരാണ്. എന്നാൽ ഭക്തന്മാരാണെങ്കിൽ ഭഗവാൻ ഒരു വ്യക്തി രൂപമുണ്ട് എന്ന് ഭഗവാനെ മനസ്സിലാക്കി ആ ഭക്തിയുത സേവനത്തിലൂടെ അവര് ജീവിതത്തിൽ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്തിട്ട് അവര് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്നും ആനന്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഓക്കെ, പറയുന്ന പോയിന്റ് എല്ലാവരും ഇത് പറയുന്നത്, പക്ഷെ അതിന്റെ റീസൺ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ദുഃഖം ഉണ്ടാകുന്നതെന്ന് ശിലപ്രഭുപാദ് പറയുന്നത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്താണ് ശിലപ്രഭുപാദ് പറയുന്നത്? അവര് ദുഃഖിതരാണ്. അവര് സംരംഭത്തിൽ പ്രാരംഭം മുതലേ, അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളിലൂടെയും ദുഃഖകരമായി കടന്നു പോകുമ്പോൾ, സോ ആ ദുഃഖം ഉണ്ടാകാൻ കാരണം എന്താണ്? അവ്യക്തിഗതമായിട്ട് ചിന്തിക്കുന്നത്, നിർബന്ധപൂർവ്വം പിടിച്ച് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. വെരി ഗുഡ് പോയിന്റ്, വെരി ഗുഡ് പോയിന്റ്. നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് അവർക്ക് യെസ്, മതി പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. ഐ വിൽ കം ടു ദാറ്റ്. കുറച്ചുകൂടെ അഡീഷൻസ് പറയാം. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മതി ഫോർ ബ്രിങ്ങിങ് ദാറ്റ് വാലിഡ് പോയിന്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വിഷ്ണുപ്രിയ മാതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. അതിപ്പോ മാതാജി പറഞ്ഞതാണ് ഞാൻ പറയാൻ വന്ന മെയിനായിട്ട്. പിന്നെ അവര് കുറെ കഷ്ടങ്ങള്, ശാരീരികമായ കഷ്ടങ്ങൾ ചെയ്യേണ്ടി വരുന്നു അഷ്ടാംഗ യോഗയിൽ കൂടെയും. കാരണം അവർക്ക് ആ ഭഗവാന്റെ വ്യക്തിത്വത്തിനെ അവർ അംഗീകരിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ വെളിച്ചം അല്ലെങ്കിൽ ആ ബ്രഹ്മജ്യോതിയിൽ എത്താൻ വേണ്ടിയിട്ട് അവര് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള എല്ലാ കൺട്രോളുകളും ചെയ്ത് അവസാനം അവരൊരു പക്ഷേ എത്താം, അല്ലെങ്കിൽ എത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ കൂടെ കടന്നു വരുമ്പോൾ അവർക്കത് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക്, കാരണം ഭഗവാനെ അവരെ അംഗീകരിക്കാത്തതുകൊണ്ട് അവർക്ക് ഭഗവാനിൽ എത്തുക എന്നുള്ളത് വരുന്നില്ല. പക്ഷെ അവർക്ക് ആ ബ്രഹ്മജ്യോതിയിൽ എത്താൻ പോലും എല്ലാവർക്കും സാധിക്കുമോ എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വാലിഡ് പോയിന്റ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. മല്ലിക മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജി. നിർവ്യക്ഷേപവാദികൾ എന്ന് പറഞ്ഞാല് അവർക്ക് ഭഗവാനെ പറ്റി തീരെ അറിയില്ല. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല. അവർക്ക് ഊഹോപോഹങ്ങളിൽ കൂടി മറ്റുള്ളതിൽ കൂടി ഒരു എന്താ പറയുന്ന ഒരു പ്രാക്ടീസ് ഇല്ലാതെ, ഒരു ശരിയായ ഗുരുവിന്റെ നിർദ്ദേശം ഇല്ലാതെ പലരും പറയുന്നത് വിശ്വസിക്കുക. അപ്പൊ ഒരാൾ പറയുന്നത് എന്താണ് അതിന്റെ എതിരായിരിക്കും വേറൊരാൾ പറയുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമായിരിക്കും. ഞാനിപ്പോ ഭഗവാനെ വിചാരിക്കുന്നതല്ല, എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കിട്ടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പൊ അങ്ങനെയാവുമ്പോ അവർക്ക് കൂടുതൽ കൂടുതൽ ഭക്തിയുടെ സേവനത്തിലേക്ക് പോകാൻ വല്ലാത്തൊരു സംശയമാകും, അങ്ങോട്ട് എത്തിപ്പെടാനില്ല. നേരെ മറിച്ച് ഭക്തന്മാർക്ക് അറിയാം താൻ ആരാണ്, ഭഗവാൻ ആരാണ്, താനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പൊ എന്റെ കടമ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്, ലക്ഷ്യം എന്റെ ഭഗവാനാണ് ലക്ഷ്യം എന്നുള്ള മനസ്സിലാക്കി അവര് ആനന്ദത്തോടു കൂടി എന്ത് ഇതുണ്ടെങ്കിലും സഹിച്ച് ക്ഷമിച്ച് പോവുകയാണ്. അതാണ് എന്റെ തമ്മിലുള്ള വ്യത്യാസം. വെരി ഗുഡ്, വളരെ സന്തോഷം, വളരെ സന്തോഷം മല്ലിക മാധവി. താങ്ക് യു സോ മച്ച്. രാജേശ്വരി മാധവി കൈ ഉയർത്തിയിട്ട് കൈ താഴ്ത്തി. മാധവി എന്തെങ്കിലും അഡീഷണൽ പറയാനുണ്ടെങ്കിൽ രേഷ്മ മാധവി. ഇത് തന്നെയാണ് ഇവര് അവ്യക്തഗതവാദികൾക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ അവര് ത്രിഗുണങ്ങളിൽ നിന്ന് അവര് പിന്നെയും അതിൽ തന്നെയാണെന്നും ത്രിഗുണത്താൽ അവര് ബാധിതരായവരാണെന്നും പിന്നെ ശുദ്ധഭക്തന്മാർക്ക് ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിൽ ധ്യാനിക്കുന്നവർക്ക് എപ്പോഴും മനസ്സിൽ ഭഗവാൻ ഉണ്ടാവുന്നതുകൊണ്ട് അവർക്ക് ആനന്ദമായിരിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനെ രൂപം തെളിവില്ലാത്തത് കൊണ്ട് അവർക്കത് ആനന്ദം കിട്ടുകയില്ല, ദുഃഖത്തില് എത്തുകയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വളരെ സന്തോഷം. എല്ലാവരും പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ്. താങ്ക് യു സോ മച്ച്. അത് യെസ്, അശോക മാതാജി ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. കാരണം എൻഗേജിങ് ദ സെൻസസ്, അല്ലെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൺട്രോളിങ് ദ സെൻസസ്, എസ്പെഷ്യലി കൺട്രോളിങ് ദ മൈൻഡ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈവൻ സ്വയം അർജുനൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. എനിക്ക് ഭഗവാനെ, ഈ വരുന്ന കാറ്റിനെ എനിക്ക് തടയാൻ സാധിക്കും, പക്ഷേ എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ആ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതുപോലെ നമ്മുടെ മനസ്സിനെയും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അനുഭവം ഉള്ളതായിരിക്കാം. നാമം ജപിക്കുമ്പോഴൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നു മനസ്സിനെ, അല്ലെങ്കിൽ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസം. ആ ഒരവസ്ഥയിൽ അത് നിർവ്യക്തിഗതവാദികൾക്ക് ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് അസാധ്യമാണ്. അവർ കോൺസെൻട്രേഷൻ ഒരു അരൂപിയായ ഒരു ബ്രഹ്മജ്യോതിസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ, അസാധ്യമായ ഒരു കാര്യമാണ്. അതിൽ നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ധ്യാന യോഗം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിന്റെ ഭാഗം പറയുമ്പോൾ പുരികത്തിന്റെ നടുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, രണ്ട് കണ്ണുകൾ പകുതി അടച്ച്, വിഷ്ണുപ്രിയ മാധവി പറഞ്ഞ പോലെ അഷ്ടാംഗ യോഗത്തിന്റെ പ്രക്രിയകളൊക്കെ അങ്ങനെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ അതിലേക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ കഠിനമായ ഒരു കാര്യമാണ്. ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതേ രീതിയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിർവ്യക്തിഗതവാദി അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിസിൽ ചെന്ന് ചേരുമോ? വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞു ബ്രഹ്മജ്യോതിസിൽ ചെല്ലുന്നതിനെ കുറിച്ചിട്ട്. ഈവൻ ബ്രഹ്മജ്യോതിസിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമോ? അതുമില്ല. അവിടെയും അവർക്ക് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമില്ല. അവർക്ക് സ്വയം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തോടുകൂടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ they are not separate, they are merging into the ബ്രഹ്മൻ എന്നാണ് ഒരു കൺസെപ്റ്റിൽ അവര് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ശിലപ്രഭു, തുടക്കം മുതലേ ഉടനീളം അവരനുഭവിക്കുന്ന ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അവിടെ ഒരു സന്തോഷം എന്ന് പറയുന്നില്ല. അതിനെ ഒരിക്കലും നമ്മൾ നിരാകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇല്ലാത്ത ഒന്നാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു വഴിയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട്, അതൊരു നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന സുസുഖം കർത്തം അവ്യമല്ല. ഇത് കുറച്ച് പ്രയാസമുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കണം,
ഇപ്പൊ അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ തലകുത്തി നിൽക്കുകയും അതും ഇതും ഒക്കെ ചെയ്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒക്കെ നമ്മൾ ചെയ്യണം. ഹിമാലയത്തിൽ അല്ലെങ്കിൽ വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ ഏകാഗ്രമായിട്ട് സ്ഥലത്ത് പോയി നിന്ന് തപസ് ചെയ്യണം. അപ്പം അവിടെ തപസ് ചെയ്യുന്ന സമയത്ത് ഭയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതേ സമയത്ത് ഭക്തിയുത സേവനം, ഭഗവാന്റെ ഈ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇന്ദ്രിയങ്ങളെ നമ്മൾ പിടിച്ചു വെക്കുന്നില്ല. തീർച്ചയായിട്ടും ചില റെസ്ട്രിക്ഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൊണ്ടുവരുന്നുണ്ട്. ചില റെസ്ട്രിക്ഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതുകൂടെ തന്നെ, എന്നാൽ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു കമ്പല് ചെയ്തിട്ട് കൊണ്ടുവരുന്നതല്ല. നമ്മുടെയൊക്കെ അനുഭവം, എനിക്ക് സ്വയം അനുഭവമുള്ള കാര്യങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഭഗവാന്റെ നാമജപം തുടങ്ങിക്കഴിയുമ്പോൾ പല അനർത്ഥങ്ങളും തനിയെ നിന്നു പോകും. നമ്മളതിന് പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കണ്ട. ഐ ഷെയർ മൈ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട് ആദ്യം ഇവിടെ കുഞ്ഞിലെ ജനിച്ചപ്പോൾ മുതൽ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണ്. പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വീട്ടിൽ നോൺ വെജിറ്റേറിയൻ എടുക്കുകയില്ല. സോ അങ്ങനെ വീട്ടിലാകുന്ന സമയത്ത്, ഇവിടെ ആകുന്ന സമയത്ത് വളരെ ചുരുക്കം ചില സമയങ്ങളിലൊക്കെ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ വെളിയിൽ പോയതിനു ശേഷം ബോംബെയിൽ ഏതാണ്ട് 1 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒമാനിലേക്ക്, സൽത്തനേറ്റ് ഓഫ് ഒമാനിൽ പോയി. അവിടെ വെച്ചാണ് ഞാൻ കൃഷ്ണ കോൺഷ്യസ്നസ് വരുന്നത്, സലാല എന്ന സ്ഥലത്ത്. അവിടെ വെച്ച് ആ ബോംബെയിൽ പോയി, അവിടെ നിന്ന് ഒമാനിൽ പോയി ആദ്യത്തെ 1 വർഷത്തോളം സമയം എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ കഴിക്കാതിരുന്നതിന്റെ കേട് ആ സമയത്ത് തീർത്തു എന്ന് പറയാം. അവിടെ തീർച്ചയായിട്ടും ഗൾഫ് റീജിയനിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെയാണ് ഈ ഒരു മെസ് സിസ്റ്റം ഉണ്ട്. മെസ് ഒരു സ്ഥലത്ത് പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 10 റിയാലോ 12 റിയാലോ 15 റിയാലോ കൊടുത്തു കഴിഞ്ഞാൽ 15 റിയാലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം മുഴുവൻ അവിടെ 3 നേരവും ഭക്ഷണം കഴിക്കാം. ഇടയ്ക്ക് പോയി ചായയും കുടിക്കാം. അപ്പം ഓഫീസിൻ്റെ അടുത്താണ്, താമസിക്കുന്ന വീടിനടുത്താണ്, പോകും, കഴിക്കും. ഇത് തന്നെ പരിപാടി. അപ്പം നോൺ വെജിറ്റേറിയൻ ഒക്കെ ധാരാളം കഴിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ കൃഷ്ണ കോൺഷ്യസ്. ആ സമയത്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ നിർവ്യക്തഗതവാദി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതുപോലെ മറ്റു പല സ്പിരിച്വൽ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ടെമ്പിളിൽ ഭജനയ്ക്ക് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ്. പക്ഷെ ഒരു ചേഞ്ചും എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടില്ല. എനിക്കൊരു കുറ്റബോധവും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഞാൻ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് മാല ജപം ആരംഭിച്ചു. സോ ഐ വാസ് സോ ഫോർച്യുനേറ്റ്. എങ്ങനെയോ ഭഗവാന്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെയും മറ്റു ഭക്തന്മാരുടെയും അനുഗ്രഹം ഉണ്ടായി. ഫസ്റ്റ് ദിവസം ഞാൻ 1 മാല ജപിച്ചു. സെക്കൻഡ് ദിവസം ഞാൻ 4 മാല ജപിച്ചു. 5th ദിവസം ഞാൻ 8 മാല. ഫോർത്ത് ഡേ ആണോ 5th ഡേ ആണോ, ഇനി ഒരു ഏകാദശി ആയിരുന്നു. 4ാമത്തെ ദിവസം 8 മാല ജപിച്ചോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി ഒരു ഏകാദശി തൊട്ടടുത്ത് തന്നെ വന്നു. ആ ഏകാദശിക്ക് ഞാൻ 16 മാല ജപിച്ചു. സോ സിൻസ് ദെൻ 16 മാല ജപിക്കാൻ സാധിച്ചു. ഒരു 3-4 ദിവസം കൊണ്ട് നമുക്കത് പിക്ക് ചെയ്യാൻ സാധിച്ചു. 16 മാലയിലേക്ക് എത്തണമെങ്കിൽ പലരും ഒരുപാട് ചില വർഷങ്ങൾ എടുത്തിട്ടാണ് 16 മാലയിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. എങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ മാല ജപം ആരംഭിച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ ആരും പറഞ്ഞില്ല എന്നോട്. തീർച്ചയായിട്ടും എനിക്ക് കുഞ്ഞിലെ മുതലേ അറിയാം ഇത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാമെങ്കിൽ നമ്മളത് ആ ഒരു കൺട്രോൾ ചെയ്യാതെ കഴിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഇത് കഴിച്ചു. പക്ഷേ ഈ നാമജപം ആരംഭിച്ചതിന് ശേഷം മനസ്സിൽ കുറ്റബോധമാണ്. ആ മെസ്സിലാണ്, ആ സമയത്ത് മെസ്സിൽ പോയി ജോയിൻ അവിടെ ചെയ്ത് പൈസ കൊടുത്തല്ലോ. അപ്പൊ എന്തായാലും കഴിക്കാണ്ട് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഐ ഫീൽ സോ, എന്താ പറയുക, ഭയങ്കര ഹെവി ഹാർട്ട്. ഞാൻ കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല. പക്ഷെ ഇല്ല, ഞാൻ നിർത്തില്ല, എനിക്ക് നിർത്താൻ പറ്റത്തില്ല, എനിക്ക് കഴിക്കണം. ഞാൻ സ്വയം കമ്പല് ചെയ്ത് ഞാൻ കഴിക്കുമായിരുന്നു. ഏതാണ്ട് ഒരു 1-2 ആഴ്ച ഞാൻ നിർബന്ധിച്ച് ഞാൻ കഴിച്ചു. ഇല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല, എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് കഴിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്, കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കമ്പല് ചെയ്തിട്ട് ഞാൻ 1-2 ആഴ്ച കഴിച്ചു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ സാധിക്കുന്നില്ല. എനിക്ക് അങ്ങ് വല്ലാത്ത കുറ്റബോധം, എൻ്റെ ഉള്ളിലെ വല്ലാത്ത കുറ്റബോധം. ആ ഒരു ദിവസമാണ് അങ്ങനെ ഒരു മേ ബി 15
15-20 days അല്ലെങ്കിൽ ഒരു മാസം ആയിട്ടില്ല ഞാൻ കൃഷ്ണ കോൺഷ്യസ്നസ് വന്നിട്ട്. ആ ഒരു ദിവസം എൻ്റെ ശിക്ഷാ ഗുരുവായ ഹിസ് ഗ്രേസ് വിഘ്നനാശന ഗോവിന്ദ പ്രഭു ആ ക്ലാസ് ഇരിക്കുമ്പോൾ ചോദിച്ചു, ഡു യു ഈറ്റ് നോൺ വെജ്? 3-ാമത്തെയോ 4-ാമത്തെയോ ക്ലാസ് ആണ് കൃഷ്ണ കോൺഷ്യസ്നസ്. ചോദിച്ചു ഡു യു ഈറ്റ് നോൺ വെജിറ്റേറിയൻ? ആ സമയത്ത് എൻ്റെ ഉള്ള കുറ്റബോധമുണ്ട്. അന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടാ വന്നത്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ടാണ് ഇപ്പം ക്ലാസ്സിന് വന്നിരിക്കുന്നത്, ഭഗവത്ഗീത വായിക്കുക, പഠിക്കാൻ. ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഐ കുഡൻ കൺട്രോൾ മൈസെൽഫ്. പിന്നെ എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞു, പ്രഭു ഇന്ന് വരെ ഞാൻ കഴിക്കുമായിരുന്നു, ഇനി ഞാൻ കഴിക്കില്ല. ദാറ്റ് വാസ് മൈ ഡിസിഷൻ. ഇന്ന് വരെ ഞാൻ കഴിച്ചു, പക്ഷെ ഇനി ഞാൻ കഴിക്കില്ല എന്ന് ഞാൻ ഒരൊറ്റ ഡിസിഷൻ എടുക്കുകയാണ്. ആ ദിവസം ഞാൻ നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ്, മത്സ്യം, മാംസം, മുട്ട മുതലായ കാര്യങ്ങളെല്ലാം നിർത്തി, ചായയും കാപ്പിയും ആ ഒരൊറ്റ ദിവസം ഒരൊറ്റ സ്റ്റോപ്പ്, ഫിനിഷ്. കാരണം ദാറ്റ് ഈസ് എ പവർ ഓഫ് ഹോളി നെയിം. ഭഗവാന്റെ തിരുനാമത്തിന്റെ ശക്തിയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണ കോൺഷ്യസ്നസ് വന്നതിന് ശേഷം നമ്മൾ സ്ലോലി പ്രചാരം ആരംഭിച്ചു. പല ആൾക്കാരോട് നാമജപത്തിന്റെ മഹത്വം, നാമജപം ജപിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ വരേണ്ടവർക്ക് വരാം, അല്ലെങ്കിൽ വരാത്തവർക്കും നാമം ജപിക്കണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നാമം ജപിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഫ്രൈഡേയില് ഭജന ചെയ്യാണ്ട് വരുന്ന അദ്ദേഹത്തിന്റെ പേര് കനകരാജ് എന്നാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയുണ്ട്, കനകരാജ്. അദ്ദേഹം നല്ലോണം ഭജനയൊക്കെ പാടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു നാമം ജപിക്കണം, ക്ലാസ് വരാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ്, ക്ലാസ് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഒരു നാമം ജപിക്കും എന്ന് പറഞ്ഞൊരു മാലയൊക്കെ പിടിച്ചേൽപ്പിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് മൊബൈലൊന്നുമില്ല, വിളിച്ച് ഫോൺ ചെയ്യാനൊന്നും. അപ്പൊ അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വന്നപ്പോൾ ചോദിച്ചു, നാമം ജപിക്കുന്നുണ്ട്? ഞാൻ നാമം ജപിക്കുന്നുണ്ട്, വളരെ നല്ലതായിട്ടുണ്ട്, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്, ജപിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഫ്രൈഡേ അദ്ദേഹം വന്നു. നെക്സ്റ്റ് ഫ്രൈഡേ വന്നപ്പോൾ ചോദിച്ചു, നാമം ജപിക്കുന്നുണ്ടോ, എങ്ങനെയാണ് തോന്നുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞു, നാമം ജപിക്കുന്നില്ല. ചോദിച്ചു, അതെന്താ? കഴിഞ്ഞ ആഴ്ച ഒന്ന് വളരെ സന്തോഷമുണ്ടല്ലോ, നല്ല സന്തോഷം അനുഭവിക്കുന്നുണ്ട്, നല്ലത് ജപിക്കാൻ ഇതുണ്ട്, ഞാൻ ജപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പിന്നെ ജപം അങ്ങ് നിർത്തിയത് ചോദിച്ചു. പറഞ്ഞു, നാമം ജപിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മത്സ്യം കഴിക്കാൻ പറ്റുന്നില്ല. ഈ മത്സ്യം കഴിക്കുമ്പോ എന്തോ പോലൊക്കെ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ നാമജപം നിർത്തി. എത്ര വിഡ്ഢിത്തരമായ ഒരു കാര്യമാണ്! നാമജപം ജപിക്കുമ്പോൾ മത്സ്യം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം മത്സ്യം നിർത്തുന്നതിന് പകരം നാമജപം നിർത്തി. പക്ഷേ സ്റ്റിൽ ഐ കുഡ് റിയലൈസ് ദ പവർ ഓഫ് ഹോളി നെയിം. ഭഗവാന്റെ നാമത്തിന്റെ ആ ശക്തി എത്രമാത്രമുണ്ട്. പക്ഷെ അദ്ദേഹം വാസ് സോ അൺഫോർച്ചുനേറ്റ്, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹം മത്സ്യം കഴിക്കുന്നത് നിർത്തുന്നതിന് പകരം അദ്ദേഹം നാമം ജപിക്കുന്നതാണ് നിർത്തിയത്. സോ എത്രമാത്രം ഈസ് എൻക്രോസ്ഡ് ഇൻ ടു ദ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ സ്റ്റിൽ എനിക്ക് ഒന്നുകൂടി ഭഗവാന്റെ നാമത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. സോ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ മീ, ലൈക്ക് മറ്റുള്ളവർക്കും അതുപോലെ സംഭവിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഐ സോ സംവൺ, ഒരാളുടെ കൈ ഉയർന്നത് കണ്ടായിരുന്നു. പക്ഷെ സോറി, മേ ബി ഐ മിസ്ഡ്. ആരാണ് കൈ ഉയർത്തി? അജി മാതാജിയാണോ അതോ വേറെ ആരായിരുന്നു കൈ ഉയർത്തിയത്? ഒരു കൈ ഉയർന്നത് ഞാൻ കണ്ടു, പക്ഷെ അശോക മാതാജി തംസപ്പ് ഇപ്പൊ പറഞ്ഞ ഞാനിപ്പോ ചെയ്താണ്. ഓക്കെ, അല്ലാതെ ഒരു കൈ ഉയർന്നായിട്ട് എനിക്ക് തോന്നിയായിരിക്കും. ഫൈൻ, ലൈവ്. അപ്പൊ അങ്ങനെ ഞാന് പ്രഭു പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അതുകൊണ്ട് തമ്പിങ്ങനെ കാണിച്ചതാ. പറയാം. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 16 മാല ജപിക്കുക എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം ഒരു പേടിയായിരുന്നു. ഭഗവാന് 16 മാലയൊക്കെ ജപിക്കുക, അതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ തീർത്തും ഞാൻ വിചാരിച്ചിരുന്ന ആളാ. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ജപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു, ഇതേപോലെ ഒരു ദിവസം കൃഷ്ണ ഒന്ന് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പ്രഭു, എനിക്കറിയില്ല അത് എന്റെ തോന്നലാണോന്ന് അറിയില്ല, അന്നും ഇതേപോലെ ഒരു ഏകാദശിയായിരുന്നു പ്രഭു പറഞ്ഞ പോലെ തന്നെ. അന്ന് എനിക്ക് അത്രയും മാല ജപിച്ച് ഞാൻ തീരണ ആ സമയത്ത് ഞങ്ങളുടെ അയൽവക്കത്തെ 2 ആൺകുട്ടികളാ. അവർ 2 ആളും വീട്ടിൽ വന്നു. എനിക്കത് കൃഷ്ണനും ബലരാമനും വന്ന പോലെ ആ സമയത്ത് തോന്നി. കാരണം അത്രയും ഞാൻ ഭഗവാനെ വിളിച്ചിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജപിച്ച് തീർന്ന ആ കുട്ടികൾ വരിക, എനിക്ക് കൊണ്ടുവന്ന് ചോക്ലേറ്റ് തരിക. കാരണം അവരുടെ പിറന്നാളായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അന്നാ ഇതിന്ന് കരഞ്ഞു പ്രഭു. ഞാൻ
ശരിക്കും അതെ ഭഗവാൻ എന്നെ ബ്ലെസ് ചെയ്യാൻ വന്ന പോലെ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അന്ന് തോന്നിയത്. അങ്ങനെ നമ്മൾ ഭഗവാനെ അത്രയും പ്രഭു പറഞ്ഞ പോലെ ആഗ്രഹിച്ച് നമ്മൾ ചെയ്താൽ ഒരുപക്ഷെ ഭഗവാൻ നമ്മുടെ കൂടെ, ഒരു പക്ഷേ അല്ല, ഭഗവാൻ നമ്മളോട് അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യും ഏതെങ്കിലും ഒരു വിധത്തില്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ബ്രോ. പിന്നെ നിർത്തിയിട്ടില്ല കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കും, തലയൊക്കെ വേറെ നിൽക്കണ്ടേ ഭഗവാനെ, എന്നാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ തലയുടെ ഒരു ഇതുമാതിരി വരുമ്പോഴേ. ഹരേ ആ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം, വളരെ സന്തോഷം. കറക്റ്റ് ആണ് മതി, അത് വളരെ കറക്റ്റ് ആണ്. ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും അതിന് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞത് മാതാജി പറഞ്ഞതുപോലെ ഈവൻ 16 മാല ജപിക്കുന്നത് തന്നെ, ഇപ്പോൾ മാതാജി പറഞ്ഞ എക്സാമ്പിൾ, നോട്ട് ഓൺലി ഫോർ യു മാതാജി, ഫോർ മീ, എനിക്കും തീർച്ചയായിട്ടും ചിലപ്പോൾ ചില സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നിങ്ങൾ വിഷ്ണുപ്രിയ മാതാജി അല്ല, പക്ഷേ രാവിലെ ജപാസേഷൻ വരുന്നവര് എല്ലാവരും ഉണ്ട്, അവർക്ക് എല്ലാവരും മനസ്സിലാവുന്നുണ്ട് ഞാൻ കുറച്ച് ഉഴപ്പാണ്. കുറച്ച് ഉഴപ്പ്. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം മിക്കവാറും ദിവസങ്ങളിൽ 3-4 ക്ലാസ്, ഇപ്പൊ ഇന്നലെ ദിവസം 4 ക്ലാസ് എനിക്കുണ്ടായിരുന്നു. സോ ഈ ക്ലാസ്സിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം, പിന്നെ ഇത്രയും നേരം സംസാരിക്കണം. ശരിക്കും നമ്മുടെ ഒരു എനർജി എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പിന്നെ ഈ ചൂടും അതിഭയങ്കരമായ ചൂടാണ്. ഇത് കിടക്കുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ക്ഷീണം, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല ചില ദിവസങ്ങൾ. അപ്പൊ ഞാൻ ഈ രാവിലെ നമ്മുടെ ജപാസേഷൻ ജപിക്കാത്ത ദിവസം ഐ ഫീൽ ഇറ്റ്സ് എ ബർഡൻ. സത്യം ഞാൻ പറയാം, ഐ ഷുഡ് നോട്ട് ബി സേയിങ് ദാറ്റ്. പക്ഷെ ചില സമയത്ത് തോന്നുന്നു, നാമം തീർന്നില്ലല്ലോ, ഇനി ജപിക്കണമല്ലോ, അല്ലെങ്കിൽ ചില ദിവസം പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും. സോ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് തോന്നും. സോ പക്ഷെ രാവിലെ ജപിക്കുന്ന ദിവസം ദാറ്റ്സ് പെർഫെക്റ്റ്. അതായത് നമുക്ക് പിന്നെ ദിവസം മുഴുവൻ നമുക്ക് ഒരുപാട് വേറെ എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് അസോസിയേഷൻ. അപ്പൊ നമുക്ക് തന്നെ ഇതൊരു ചില സമയത്ത് ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ചെയ്യണമല്ലോ എന്നൊരു തോന്നല് നമുക്ക് തോന്നുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇവൻ 16 മാല നാമം ജപിക്കുന്നത് 2 മണിക്കൂർ എടുത്ത് നിസാരമായ ഒരു കാര്യം, ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടാത്ത ഒരു കാര്യത്തിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില പ്രഭുപാദ് ഇപ്പൊ ഭാവാർത്ഥത്തിന് അടുത്ത ഭാഗത്തേക്ക് പറയുമ്പോൾ അതേസമയം മാനസിക അഭ്യൂഹയ്ക്ക് തന്റെ കൃത്രിമ നിർവ്യക്തികത നിലനിർത്താൻ ഭാഗികമായി മാത്രം സത്യവും ബാക്കി അഭ്യാസ പ്രകടനവുമായ വാക്കുകളുടെ ചെപ്പടി വിദ്യകളിലൂടെ കടന്നു പോകണം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി മെന്റൽ കൺകോക്ഷൻ. പരിപൂർണ ജ്ഞാനത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ടും നിർവ്യക്തിഗതവാദിക്ക് ഭഗവാന്റെ നിർവ്യക്തികമായ ബ്രഹ്മജ്യോതിസിൽ അലിഞ്ഞു ചേരാൻ മാത്രമാണ് കഴിയുന്നത്. നമ്മൾ ഇന്ന് ഭാഗവതം പഠിക്കുന്നത് എത്ര രസകരമായിട്ട് നമുക്കൊരു ആനന്ദപ്രദമായ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. യെസ്, ഐ വോണ്ട് ടു ലേൺ, അല്ലെങ്കിൽ എനിക്കിത് വായിക്കണം, പഠിക്കണം, എത്ര രസകരമായ കഥ കേൾക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ജ്ഞാനികൾക്ക് ഈ രീതിയിലല്ല പഠിക്കേണ്ടത്. ജ്ഞാനികൾ ഈ രീതിയിൽ വായിച്ച് ഇതേ രീതിയിലല്ല പഠിക്കേണ്ടത്. അവരതിനെ വായിച്ച് അതിൽ ഉള്ളിൽ പോയി പിന്നെ ഊഹാപോഹങ്ങൾ നടത്തി. ഇത് മാത്രവുമല്ല, എത്രയോ മറ്റ് ബുക്കുകൾ, എല്ലാ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിച്ച്, സംസ്കൃതവും പഠിച്ച്, അതിനെയൊക്കെ അവലോകനം ചെയ്ത് അതിനെ കൂലങ്കഷമായിട്ട് ചിന്തിച്ച് അതെത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവൻ അഷ്ടാംഗയോഗ പ്രക്രിയയിലൂടെ പോകുന്നവരാണ് എങ്കിൽ ആ അഷ്ടാംഗയോഗ പ്രക്രിയയിൽ അവര് ചെയ്യുന്ന കസർത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് എത്രമാത്രം ഹിമാലയങ്ങളിലൊക്കെ പോയി നിന്ന് ഇവൻ ഓൾമോസ്റ്റ് വിവസ്ത്രരായി നിന്നുകൊണ്ട്, കാരണം ആ ചൂടിനെ അല്ലെങ്കിൽ ആ തണുപ്പിനെ ഒക്കെ അവർ കംപ്ലീറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം അവരുടെ ശരീരത്തിന്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്, അവരുടെ വഴി മുഴുവൻ അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന രീതികളിൽ കൂടിയും അവര് അവസാനം എത്തുന്ന ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് ആനന്ദം എന്തെന്ന് അനുഭവിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഭക്തിയുത സേവനത്തിന്റെ കാര്യത്തില് എല്ലാ സമയത്തും ആനന്ദം, നമ്മൾ എത്തിക്കുന്ന ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെയും ആനന്ദം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കണ്ടീഷൻ ആദ്യം പറയുന്നുണ്ട്. എന്താണ്? ഗൗരവ ബുദ്ധികളായ ആളുകൾ അങ്ങയുടെ വിഷയങ്ങളുടെ അമൃതപാനം ചെയ്യുക കൊണ്ട് മാത്രം. സോ യു ഷുഡ് ബി വെരി സീരിയസ് ആൻഡ് വെരി വിജിലന്റോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി, സിൻസിയർ ആയിട്ട് കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുന്ന ഒരുവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശില്പബോധ ഭാവാർത്ഥത്തിന്റെ അവസാന ഭാഗം പറയുന്നു, നിർവ്യക്തികർ അതീന്ദ്രിയ ആനന്ദത്തിന്റെ
പ്രത്യക്ഷത നേടാനാകാതെ ആത്മീയ ആകാശത്തിൽ എത്തുക മാത്രം ചെയ്യുമ്പോൾ ഭക്തർ യഥാർത്ഥ ആത്മീയ ജീവിതം നിലവിലുള്ള ഗ്രഹങ്ങളിൽ എത്തുന്നു. അപ്പോ അതാണ് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ പോലും വ്യത്യാസമുണ്ട്. അവരവസാനം ചെന്ന് എത്തുന്ന ഭാഗത്ത് പോലും അവർക്ക് സന്തോഷം നേടാൻ സാധിക്കത്തില്ല. എന്നാൽ ഭക്തന്മാരെന്താണ്? ഭക്തർ യഥാർത്ഥ ആത്മീയ ജീവിതം നിലവിലുള്ള ഗ്രഹങ്ങളിൽ എത്തുന്നു. യഥാർത്ഥ ആത്മീയ ജീവിതം നിലവിലുള്ള ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ ലോകങ്ങളിൽ എത്തുന്നു. ഭക്തർ ഗൗരവപൂർവം സകല നേട്ടങ്ങളും പൊടി പോലെ വലിച്ചെറിഞ്ഞ് ഭക്തിയുത സേവനം അതീന്ദ്രിയതയുടെ പരിപൂർണത മാത്രം സ്വീകരിക്കുന്നു. അവർക്ക് മറ്റുള്ളതൊക്കെ ലൈക്ക് എ പീനട്ട്, പൊടി പോലെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കച്ചറകളൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ വലിച്ചെറിയുന്ന പോലെ, ജസ്റ്റ് പൊടി തൂത്ത് കളയുന്നത് പോലെ ആ ഒരു ലാഘവത്തോടു കൂടി എല്ലാത്തിനോടും ആ വിരക്തി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. നമുക്ക് എക്സാമ്പിൾ അറിയാം. ഹരിദാസ് ഠാക്കൂറും ആരാണ്, ഞാൻ എപ്പോഴും പേര് പലപ്പോഴും മറക്കുന്നു. മറ്റേ മേനകയുടെ ഇതിൽ അട്രാക്ട് ചെയ്യുന്ന ആരാണ്? വിശ്വാമിത്ര മുനി ആ ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോഴേ അദ്ദേഹത്തിന്റെ തപസ്സിൽ ഭംഗം വന്ന് മേനകയുടെ പുറകെ പോയതാണ്. എന്നാൽ അതേസമയം ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ നാമം ജപിച്ച് അദ്ദേഹത്തിനെ കളങ്കപ്പെടുത്താനായി വന്ന ആ വേശ്യ സ്ത്രീയെ പോലും ഭക്തയാക്കിയ വ്യക്തിത്വമാണ് നമുക്ക് ഹരിദാസ് ഠാക്കൂർ എന്ന ഭക്തനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗംഗാനന്ദപുരം രാവിലെ നാമാമൃതത്തില് മഹാത്മ്യം പറയുമ്പോൾ ഹരിദാസ് ഠാക്കൂറിന്റെ കാര്യം പ്രതിപാദിക്കുകയുണ്ടായി. സോ അദ്ദേഹം തന്നെ മലിനപ്പെടുത്താനും അല്ലെങ്കിൽ തന്റെ ഭക്തിയെ കളങ്കപ്പെടുത്താനും വേണ്ടി വന്ന ആ വേശ്യ സ്ത്രീയെ പോലും ഭക്തയാക്കിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ടാണ് അത് വളരെ ഇഫക്റ്റീവ് ആണ്. അത് സന്തോഷപൂർവം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നിർവ്യക്തിഗതവാദികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ അഷ്ടാംഗ യോഗത്തിലൂടെ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നത് പോലെയാണ് അവർ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. പ്രസ് ചെയ്തിരിക്കുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു അല്പം ഒരു അയവ് വന്നു കഴിഞ്ഞാൽ ഭ്രുമെന്ന് പറഞ്ഞാണ് അത് തെറിച്ചു പോകുന്നത്. സോ ഈവൻ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ആപ്ലിക്കബിൾ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഓൾസോ. നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നമ്മൾ ചെയ്യരുത്. ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു എഫേർട്ട് എടുക്കണം. അതിന് ഭഗവാൻ പറയുന്ന അഭ്യാസേനാത്തു കൗന്ദേയ വൈരാഗ്യേന. അഭ്യാസം, വി ഷുഡ് പ്രാക്ടീസ് ഫോർ ദാറ്റ്. നമ്മളൊരു എഫേർട്ട് എടുത്ത്, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പക്ഷെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അതൊരു ഈ പറഞ്ഞ സ്പ്രിങ് തെറിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ആകരുത്. അടുത്തിടെ കുറച്ച് കാലങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും ഗുരുമഹാരാജിന്റെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഗുരുമഹാരാജ് പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ മായാപ്പൂരിലായിരുന്ന സമയത്ത് ഗുരുമഹാരാജ് പറഞ്ഞ ഒരു കാര്യമാണ്. ഐ കം ടു യു ഗംഗാനാഥ് പ്രഭു, 1 സെക്കൻഡ് ഇതൊരു പറഞ്ഞിട്ട്. ഗുരുമഹാരാജ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ബെറ്റർ ടു ബി എ ഗൃഹസ്ഥ ദാൻ ബീങ് എ കണ്ടാമിനേറ്റഡ് ബ്രഹ്മചാരി. പ്രോപ്പറായിട്ട് പാലിക്കാൻ സാധിക്കാത്ത ഒരു ബ്രഹ്മചാരിയായിട്ട് നിൽക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം ചെറുതായിട്ട് കൊടുത്തുകൊണ്ടുള്ളൊരു ഗൃഹസ്ഥനാകുന്നത് ബെറ്റർ ആണെന്നാണ് ഗുരുമഹാരാജ് പറഞ്ഞത്. കാരണം അപ്പോൾ അത് നമ്മുടെ മാനസികമായിട്ടും നമ്മുടെ സൊസൈറ്റിക്കും ഹെൽത്തിയാണ്. സൊസൈറ്റിയിൽ പല കാര്യങ്ങളിൽ കേൾക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സൊസൈറ്റിക്ക് ഒരിക്കലും കളങ്കം കൂടാതെ നിൽക്കണമെങ്കിൽ ഇവൻ നമ്മൾക്ക് തന്നെ അറിയാവുന്ന പല ആൾക്കാരുടെയും പ്രവൃത്തികൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. സോ ഗുരുമഹാരാജ് ഇസ് വെരി ക്ലിയർലി സെഡ്, നിനക്ക് ബ്രഹ്മചര്യ സാധിക്കത്തില്ലയോ, ആ കാവ്യ വസ്ത്രം അഴിച്ചു വെച്ച് നീ വെള്ള ഡ്രസ് ഇട്ട് നീ കല്യാണം കഴിച്ച് പൊയ്ക്കോളൂ. കാരണം കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന സംഘടനയ്ക്കും അത് ഹെൽത്തിയാണ്, നിന്റെ ഭക്തിക്കും അത് നല്ലതാണ്. ഭഗവാൻ ഒരിക്കലും ഇന്ദ്രിയങ്ങളെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. യു ഹാവ് എ കൺട്രോൾഡ് സെൻസ് പ്ലഷർ എന്നുള്ളതാണ് പറയുന്നത്. യെസ്, ഗംഗാനാഥ് പ്രഭു പറഞ്ഞിട്ട് പോകും.
അതായത് നമുക്ക് എഫേർട്ട് ഒന്നും എടുക്കണ്ടെന്നാണ് ശീലപ്രഭുപാദ് പറയുന്നത്. ജസ്റ്റ് അപരാധമില്ല തിരുനാമം മാത്രം ജപിച്ചാൽ മതി, സുസുഖം കർത്തും മതിയും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ വെളുപ്പിനെ എഴുന്നേക്കുന്നു? ആരെങ്കിലും ഉണർത്തി എഴുന്നേറ്റിട്ടാണോ? അതോ അലാറം വെച്ചിട്ടാണോ? ഒന്നുമല്ല. അലാറം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അലാറം വെക്കുന്നുണ്ട്. സോറി. യെസ്. അത് എന്നിട്ട് ഇങ്ങനെ അങ്ങ് എഴുന്നേക്കുന്നതും എല്ലാം ചെയ്യുന്നതും എല്ലാം കേൾക്കുന്നതും എല്ലാവരുമായിട്ട് സത്സംഗം ചെയ്യുന്നു, എല്ലാം സുസുഖം കർത്തുമാകുകയും വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ട് പോകാണ്. ഗൃഹസ്ഥനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എന്ന് വെച്ചാല് അദ്ദേഹത്തിന് നേരിട്ട് ഭഗവാന്റെ സർവീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. വീട്ടിൽ വെച്ച് വീട്ടിൽ ഭഗവാനെ വെച്ച്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഞാൻ ഓക്കെ, പ്രഭു പറഞ്ഞ 100% കറക്റ്റ് ആണ്. ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം സാധിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പൊ പ്രഭു പറഞ്ഞ ആ പോയിന്റ് തന്നെ പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ ആ എഫേർട്ട് എടുത്തേ പറ്റത്തുള്ളൂ. വി നീഡ് ടു ഹാവ് എൻ എഫേർട്ട്. അത് ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. യെസ്, എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. ആ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ തലേ ദിവസം നമ്മൾ അതുപോലെ തന്നെ കിടന്നെങ്കിലേ നമുക്കും അതുപോലെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രഭു പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുകയല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. പക്ഷേ ലെറ്റ് us ബി പ്രാക്ടിക്കൽ. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഐ റിമെമ്പർ ഹിസ് ഹോളിനെസ് രാധാനാഥ സ്വാമി മഹാരാജുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ആണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അതായത് ഹീസ് വെൽ നോൺ, അതായത് വളരെ ഇസ്കോണില് വളരെയധികം അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി വാസ് സോ പ്ലീസിങ്. മറ്റു സന്യാസിമാർ ഈവൻ ഗുരുമഹാരാജൊരിക്കലും പ്ലീസിങ് അല്ല എന്നല്ല പറഞ്ഞത്. ഹി ഈസ് ലൈക്ക് വെരി ഹംബിൾ, ഡൗൺ ടു എർത്ത്. ആര് ചെന്നാലും ആ ചിരിച്ച മുഖത്തോടുകൂടി അദ്ദേഹത്തെ അനുഗ്രഹിക്കും. കാരണം ഐ എം സോ ഫോർച്യുനേറ്റ്. പ്രഭുവിന്റെ മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ പ്രഭു. കേൾക്കാത്ത പ്രഭു. എനിക്ക് ഈ എളിയവനും ഒരു പ്രാവശ്യം ഏതാണ് സമയം 2007, I don't know when it was. 2017 ആണെന്ന് തോന്നുന്നു. എന്നായിരുന്നു പക്ഷേ ഓപ്പറേഷൻ, എന്റെ ബാക്ക് സർജറി 17 ആണ്. 17 അവിടെ ഉണ്ടായിരുന്നു, അബുദാബിയിലുണ്ടായിരുന്നു. അബുദാബിയിലുണ്ട്. അല്ല, ഓക്കെ. അപ്പൊ എനിക്ക് ആ സർജറി കഴിഞ്ഞ് നടന്ന സമയത്ത്, സർജറി കഴിഞ്ഞ് ആ സമയത്താണ് മഹാരാജ് ഹിസോളിനസ് രാധാസ്വാമി മഹാരാജ് ദുബായിൽ വരുന്നത്. ആ സമയത്ത് അവിടുത്തെ യാത്രാ ലീഡർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നല്ല പ്രീച്ചറാണ് അതായത് എന്നൊക്കെ പറഞ്ഞൊരു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഹിയുടെ ബാക്ക് സർജറി പ്ലീസ് ബ്ലെസ് മഹാരാജ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ പുറത്ത് മുകളിൽ താഴെ വരെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ തടവി. ഊഫ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ റിയലൈസ് എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഹീസ് സോ കമ്പാഷനേറ്റ്. ആ ചിരിച്ചോണ്ടുള്ള മുഖം, എൻ്റെ മുഖത്തേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ തന്നെ എന്നെ എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് പോയ പോലെ ഒരു തോന്നൽ. ഈസ് സോ കമ്പാഷനേറ്റ്. അപ്പം ഈസ് വെൽ നോൺ ഫോർ ദാറ്റ് ഇൻ ഇസ്കോൺ. ആ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, കമ്പാഷൻ, അത് ഇസ്കോണിൽ വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്. ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, താങ്കൾ എങ്ങനെ ഈ ക്വാളിറ്റി നേടിയെടുത്തു എന്ന്. എങ്ങനെ ആ ക്വാളിറ്റി നേടിയെടുത്തു എന്ന് ചോദിച്ചപ്പോ മഹാരാജ്, ഞാൻ ജപിച്ചത് കൊണ്ടാണ് എനിക്ക് നേടിയത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. തീർച്ചയായിട്ടും നാമത്തിന് ആ ക്വാളിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നാമത്തിന് ആ പൊട്ടൻസി ഉണ്ട്. നമ്മൾക്ക് ഏത് തരത്തിലുള്ള ക്വാളിറ്റിയും അല്ലെങ്കിൽ ഗുണങ്ങളും നമുക്കത് കൊണ്ടുവരാനുള്ള ശക്തി ഭഗവാന്റെ നാമത്തിനുണ്ട്. ബിക്കോസ് ഹി ഈസ് നോൺ ഡിഫറെന്റ് ഫ്രം കൃഷ്ണ. പക്ഷെ വാട്ട് മഹാരാജ് സെഡ് ഈസ് ബൈ പ്രാക്ടീസ്. ഞാനത് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ വി നീഡ് ടു ടേക്ക് എ ലിറ്റിൽ എഫേർട്ട്. ആ ഒരു എഫേർട്ട് എടുക്കണം. ഈവൻ നാമം ജപിക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ആ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ പറ്റത്തുള്ളൂ. തിരുനാമം നമ്മളൊക്കെ ജപിക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ ക്വാളിറ്റി വരാത്തത്? ബിക്കോസ് വി ആർ സ്റ്റിൽ ഡൂയിങ് ആൻ ഒഫെൻസീവ് ചാൻറ്റിങ്. അപരാധ സ്റ്റേജിലാണ് നമ്മൾ ഇപ്പോഴും ജപിക്കുന്നത്. ഇവൻ നാമാഭാസത്തിലേക്ക് പോലും വന്നിട്ടില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് മീ. ഐ ഡോണ്ട് നോ ഹൗ ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് മുകളിലാകാം. പക്ഷെ എനിക്കിപ്പോഴും ഒഫെൻസീവ് ചാൻറ്റിങ് ആണ്. അശ്രദ്ധയോടുകൂടിയാണ് നാമജപം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10 നാമാപരാധങ്ങളിൽ ദ മദർ ഓഫ് ഒഫെൻസ് എന്ന് പറയുന്നത് 10ാമത്തെ അപരാധമാണ്. എന്താണ് 10ാമത്തെ അപരാധം? ആർക്ക് പറയാം? തിരുനാമത്തിന്റെ എല്ലാ മഹിമകളും അറിഞ്ഞിട്ടും പിന്നെയും അപരാധം ചെയ്യും. കംപ്ലീറ്റ് ആയില്ല. തിരുനാമത്തിന്റെ എല്ലാ ഇതിട്ടും തിരുനാമത്തിന്റെ എല്ലാ മഹിമകളും അറിഞ്ഞിട്ടും വീണ്ടും
വീണ്ടും വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യും. വീണ്ടും ഭൗതിക ആസക്തി പുലർത്തുന്നതും യെസ്. അശ്രദ്ധമായി നാമം ജപിക്കുന്നതും അശ്രദ്ധമായി നാമം ജപിക്കുന്നത്. ദാറ്റ് ഇസ് നമ്മളുടെ ഭൗതിക ആസക്തി കംപ്ലീറ്റ് പോയി. എന്റെ ഭൗതിക ആസക്തി പോയിട്ടില്ല. ഇപ്പോഴും ഐ ഹാവ് സോ മെനി അറ്റാച്ച്മെന്റ്, അത് ഇത് എന്ന് പറഞ്ഞ ആ ആസക്തികൾ ഇപ്പോഴും നമുക്കുണ്ട്. നാമം ജപിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം മനസ്സ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പലപ്പോഴും മൊബൈലിലേക്ക് കൈകൾ പോകുന്നു. ചിന്തകൾ പലത് മനസ്സിൽ വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ നമ്മൾ നാമം ജപിക്കുമ്പോഴെങ്കിലും കുറച്ച് ബെറ്ററാണ്. പക്ഷെ എന്നാലും അശ്രദ്ധമായ നാമമാണ് മദർ ഓഫ് ഓൾ അതർ ഒഫൻസസ്. മറ്റെല്ലാ അപരാധങ്ങളും അതിൽ കൂടെ വരുന്നു. സോ ഇതിന് നമ്മളുടെ എഫേർട്ട് ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കണം. സോ നമ്മളുടെ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഭക്തിയിലേക്ക് വരാനും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ കാര്യം പ്രോപ്പറായി ചെയ്താൽ ബാക്കിയെല്ലാം സുസുഖമാക്കർത്തുമവ്യം, ബാക്കിയെല്ലാം ഡെഫിനറ്റ്ലി നമുക്ക് വന്നിരിക്കും. So definitely we need to take an effort. That's my humble suggestion and request. എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. So rest everything is fine. Thank you so much. നമുക്ക് ഇന്ന് സെഷൻ ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്ന് വോട്ട് ചെയ്യാനൊക്കെ പോകേണ്ടതാണ്. ഹരേ കൃഷ്ണ. ആർക്കും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? എനി സജഷൻ അല്ലെങ്കിൽ എനി ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ പ്രഭു. രാധാനാഥ സ്വാമി പറഞ്ഞത് അദ്ദേഹത്തിന് ഈ അവസ്ഥയിൽ ഇരിക്കാൻ സാധിക്കുന്നത് ബൈ പ്രാക്ടീസ് എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ അതേ തലത്തിലെത്തിയവനല്ലേ ആ പ്രാക്ടീസ് കൊണ്ട് സാധിക്കുള്ളൂ. ഉയർന്ന തലത്തിലുള്ള മാനസികാവസ്ഥയിലെത്തി ഈ ഭക്തി സേവനത്തിലൂടെ ഉയർന്ന തലത്തിലുള്ള മാനസികാവസ്ഥയിൽ എത്തിയാൽ മാത്രമല്ലേ അത് സാധിക്കുള്ളൂ എന്ന് ഒരു ചോദ്യം. ആ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടല്ലേ അദ്ദേഹം ആ തലത്തിലെത്തിയത്? ആ പ്രാക്ടീസ് കൊണ്ടല്ലേ? ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട് ഓൺലി ഹിസ് എഫേർട്ട്, അത് തീർച്ചയായിട്ടും ഭഗവാന്റെ നാമത്തിന്റെ മഹിമയും കൂടെ ഉണ്ട്, ശക്തി കൂടെ ഉണ്ട് എങ്കിൽ മാത്രം. കാരണം അതിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, അതിനനുസരിച്ച് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. ഇടയ്ക്ക് നമ്മളൊരു ക്ലാസ്സിൽ നമ്മളൊന്ന് അതിനുവേണ്ടി ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു അടുത്ത ഒരാഴ്ച നമ്മൾ ദേഷ്യപ്പെടാതെ നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്തതാണ്, പിന്നെ വിട്ടുപോയി, നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല. അപ്പൊ ഒരാഴ്ച നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഫോഴ്സ് എടുക്കുക, യെസ് ഞാൻ ദേഷ്യപ്പെടില്ല. അല്ലാതെ നാമം ജപിച്ചുകൊണ്ട് മാത്രം നമുക്ക് ദേഷ്യം പോകാൻ പറ്റും, പ്രൊവൈഡഡ് ഇഫ് യു ഡു ദ ഹോളി നെയിം ചാൻഡിങ് ഇൻ ദാറ്റ് പ്രോപ്പർ വേ. പറ്റും. പക്ഷെ ആ എഫേർട്ട് നമുക്ക് എത്രമാത്രം നമുക്ക് പറ്റും, അതായത് സാധിക്കത്തില്ല എന്നല്ല, ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ ബട്ട് ഇറ്റ് ഡിഫിക്കൽട്ട്. നമുക്ക് അല്ലാതെ ചെയ്യാനായിട്ട് പ്രയാസമുണ്ടാകുന്നു. അതിന്റെ കൂടെ ഇപ്പൊ നമുക്കൊരു ഇവൻ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന എന്ന് പറയുന്നത്. ഇതെങ്ങനെ അറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കുമ്പോ ആരും ഓർമ്മയുണ്ടോ? ശ്ലോകം ഫുൾ ഓർമ്മയുണ്ടോ? സ്റ്റാർട്ടിങ് ഓഫ് ദ ശ്ലോക. Is chapter 6 shloka number 35. Chapter 6 shloka number 35. Shri Bhagavan uvacha asamshayam mahabaho mano durnigraham chalam abhyasena tu kaundeya vairagyena cha grihyade. In that translation, Lord Sri Krishna said, "O mighty armed son of Kunti, it is undoubtedly very difficult to curb the restless mind. But it is possible by suitable practice and by detachment." So മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് അർജുനൻ അവിടെ ചോദിച്ചത്. അതിന് ഉത്തരമാണ്, അതിനു മുമ്പാണ് പറഞ്ഞത്. അർജുനൻ പറഞ്ഞു എന്താണ്? ചഞ്ചലം ഹി മനാ കൃഷ്ണ, ചഞ്ചലം ഹി മനാ കൃഷ്ണ പ്രമാധി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോർ ഇവ സുദുഷ്കരം. എനിക്ക് വായുവിനെ വേണേ കൺട്രോൾ ചെയ്യാൻ കൃഷ്ണ, പക്ഷെ എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ നാമം ജപിക്കാനല്ല പറഞ്ഞത്. അർജുന, ബൈ പ്രാക്ടീസ് ഇറ്റ് ഇസ് പോസിബിൾ. അസംശയ മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. മനസ്സിനെ കൺട്രോൾ ചെയ്യാത്ത ഈസി അല്ല, ഇറ്റ്സ് നോട്ട് ഈസി. സോ ബട്ട് ഇറ്റ് ഇസ് പോസിബിൾ ബൈ അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന. വൈരാഗ്യം എന്ന് പറയുന്നതും പ്രാക്ടീസ് ആണ്.
നമ്മളിതിന് പ്രാക്ടീസ് ചെയ്യണം ടു ബിക്കം അൺഅറ്റാച്ച്ഡ്. ഡെഫിനറ്റ്ലി ചാൻഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പ്രാക്ടീസുകൾ ഉണ്ടാകുമ്പോൾ there's a ഡബിൾ ഫോഴ്സ്, രണ്ടും കൂടെ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ അശോക് മാതാജി? ഹരേ കൃഷ്ണ. അതെ പ്രഭു. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. വേറെ ആർക്കും ചോദ്യമൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ സെഷൻ ഇന്ന് അവസാനിപ്പിക്കാം. വളരെ സന്തോഷം എല്ലാവരും വന്നതിൽ. ഹരേ കൃഷ്ണ.